നഗരസഭാ പരിധിയിൽ മാലിന്യം തള്ളിയ സംഭവം ശക്തമായ നിയമ നടപടിയുമായി നഗരസഭ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. കഴിഞ്ഞ 8-ാം തീയതിയാണ് കട്ടപ്പനയിൽ നടന്ന വിവാഹ ചടങ്ങിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് കട്ടപ്പനയാറിന്റെ ഭാഗമായി പള്ളിക്കവല ഫോർത്തോനാത്തൂസ് നഗർത്തോട്ടിൽ നിക്ഷേപിച്ചത്. ഇതിന് പിന്നാലെ പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തും മാലിന്യം നിക്ഷേപിച്ചിരുന്നു. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവാഹ പാർട്ടിയുടെ മാലിന്യമാണെന്ന് കണ്ടെത്തി. 100 പേർക്ക് മുകളിലുള്ള വിവാഹ പാർട്ടികൾ നടക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയം ഉടമയും വിവാഹ നടത്തിപ്പുകാരനും നഗരസഭയിൽ വിവരം അറിയിക്കണമെന്നാണ് പുതിയ നിയമം. എന്നാൽ നിയമം തെറ്റിച്ചാണ് പല ചടങ്ങുകളും നടക്കുന്നത്. മാലിന്യം തള്ളിയ കേസിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും വിവാഹം നടത്തിയ വ്യക്തിക്കും കേറ്ററിംഗ് സ്ഥാപനത്തിനും നഗരസഭ കത്ത് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് റിയക് പറഞ്ഞു. ഈ കഴിഞ്ഞ 8-ാം തീയതി കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നൊരു വിവാഹ സൽക്കാരത്തിൻ്റെ അതിനോടനുബന്ധിച്ചുണ്ടായ ജൈവ അജൈവ മാലിന്യങ്ങൾ ആദ്യം അതിൻ്റെ കുറച്ച് പോർഷൻ കൊണ്ടുപോയി നമ്മുടെ പുഴയുടെ സൈഡ് കട്ടപ്പനയാറിൻ്റെ പുഴയിലേക്ക് തള്ളിയുണ്ടായി. അതിനുശേഷം അതേ വിഭാഗത്തിൽ ഉപയോഗിച്ച കുറേ വേസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കട്ടപ്പന നഗരസഭാ പരിധിയിൽ തന്നെയുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ സമീപത്തായിട്ട് കൊണ്ടുപോയി തള്ളുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരും നഗരസഭയും മാലിന്യങ്ങൾ പൊതുവഴിയിലും പൊതുനിരത്തിലും ജലാശയങ്ങളിലും തള്ളുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതാണെന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണത ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ മാലിന്യ സംസ്കരണ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കർക്കശമാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു വിവാഹം അതുപോലെയുള്ള പൊതുപരിപാടികൾ പൊതു പാർട്ടികൾ നടത്തുന്ന ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. 100 പേരിലധികം ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ വിവാഹ ചടങ്ങിലോ വിവാഹ പാർട്ടിയിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അത് ഓഡിറ്റോറിയം നടത്തിപ്പുകാർക്കും ആ പരിപാടി നടത്തുന്ന വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരുടെ സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾക്കും ആ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ നിയമപരമായ കാര്യങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിനുശേഷമുണ്ടായ ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. ഇത് നമ്മൾ നിയമപരമായിട്ട് കർക്കശമായ നിലപാടിലേക്ക് നഗരസഭ കർക്കശമായ നിലപാട് സ്വീകരിക്കും. നിയമപരമായിട്ട് പ്രൈമറി നോട്ടീസ് നൽകിക്കഴിഞ്ഞു. അതുമായിട്ടുള്ള തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. നമുക്ക് അറിയാം, നമുക്ക് ഇപ്പോൾ രാത്രിയുടെ മറവിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കി മാലിന്യങ്ങൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത് കൊട്ടേഷൻ രീതിയിൽ എടുത്തിട്ട് കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ട് നിക്ഷേപിക്കുന്ന പ്രവണത വാഹനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കത്തില്ല. അത് കോടതിയിൽ നമ്മൾ ഹാജരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മാലിന്യം പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് നഗരസഭയിൽ അറിയിപ്പ് നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുകയും ഈ മാലിന്യം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുമത്തുന്ന പിഴയുടെ 25% ആ വിവരം അറിയിക്കുന്ന ആളുകൾക്ക് നൽകുകയും ചെയ്യും. നമ്മളൊരു ആ ഒരു ഇതിൽ നമുക്ക് തന്നെ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ കാണുകയും മാലിന്യം നിക്ഷേപിക്കുന്ന തെറ്റാണെന്നുള്ള അവബോധം ജനങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഏതായാലും നമ്മുടെ നഗരസഭയിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിൽ കർക്കശമായ നിലപാടുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ മഴക്കാലമാണ്, പല വിധത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാകുകയും മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തി ആ വിവരങ്ങൾ നഗരസഭയെ അറിയിച്ച് നഗരസഭയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 50,000 രൂപ വരെയും ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളിയാൽ 2 ലക്ഷം രൂപ വരെയും പിഴ ചുമത്താൻ നിയമമുണ്ട്. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ വിവരങ്ങൾ തെളിവ് സഹിതം നൽകിയാൽ പിഴ ഈടാക്കുന്നതിന്റെ 25% തുക പാരിതോഷികമായി നൽകുമെന്നും പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, ITA ജംഗ്ഷൻ, കട്ടപ്പന.